ഗുരുവായൂർ സീറ്റ് വച്ചുമാറാൻ കോൺഗ്രസും ലീഗും. പ്രമുഖരെ കളത്തിലിറക്കി ഗുരുവായൂർ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് നീക്കം. ടി.എൻ. പ്രതാപൻ, കെ. മുരളീധരൻ എന്നിവരിൽ ഒരാൾ ഗുരുവായൂരിൽ മത്സരിക്കണമെന്ന് തൃശൂർ ഡിസിസി. കെപിസിസി നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് തവണയായി മുസ്ലിം ലീഗിന് കാൻഡിഡേറ്റ് തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നമ്മളുടെ പാർട്ടി പ്രവർത്തകർ അവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ നല്ലതാണ്, ജയിക്കാൻ സാധിക്കും. ഈ വിവരം നമ്മൾ ജില്ലാ നേതൃത്വം കെപിസിസി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്കിതുവരെ ഒരു മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സേഫായിട്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 1200 ചില്ലാനം വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ. നമുക്ക് നല്ലൊരു കാൻഡിഡേറ്റ് കൈ ചിഹ്നത്തിൽ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കും അവിടെയുള്ള പ്രവർത്തകർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കെപിസിസിയോട് ഈ ആഗ്രഹം അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഗുരുവായൂരിൽ മത്സരിക്കുമെന്ന വാർത്ത കെ. മുരളീധരൻ തള്ളി. വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കുമെന്നും കെ. മുരളീധരൻ വ്യക്തമാക്കി. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്താണെന്ന് തീരുമാനിക്കണം. മത്സരിക്കണോ അതോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണോ, ഏത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ്. ജെയ്സൺ ചാമുളപ്പിലും വി എസ് രഞ്ജിത്തും ആർ റോഷിപാലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ജെയ്സണിലേക്ക്. ജെയ്സൺ ചാമുളപ്പിൽ, ജോസഫ് ടാജറ്റിന്റെ ടാർഗറ്റ് എന്താണ്? സ്വജിയ, ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്നത് ഏത് കാലത്തും കുടിയേറ്റ മണ്ഡലം എന്ന് പറയാം. മലപ്പുറത്തെയും കോഴിക്കോട്ടത്തെയും മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാക്കൾക്ക് മത്സരിക്കാനൊരു മണ്ഡലമായി ഏത് കാലത്ത് നിന്നിരുന്നു. പിന്നീട് അപ്പോഴേക്കും ജയിക്കുകയും PKK ഉൾപ്പെടെയുള്ളവർ ജയിച്ചു കയറി ചെയ്ത മണ്ഡലമായിരുന്നു ഗുരുവായൂർ. പിന്നീട് പതിറ്റാണ്ടുകളായി തുടർച്ചയായി തോൽവിയിലേക്ക് കടന്നു. അത് PT കുഞ്ഞുമുഹമ്മദാണ് ആ തോൽവി, അതായത് ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയത്. പിന്നീട് തുടർച്ചയായ തോൽവിയായിരുന്നു. ഒരു ഘട്ടത്തിലും ജയിക്കാൻ കഴിയാത്ത സീറ്റ് എന്ന നിലയിലേക്ക് ഗുരുവായൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എത്തിച്ചേർന്നു എന്നതാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും BJP വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തിയത് ഗുരുവായൂരിൽ മാത്രമായിരുന്നു. അത് UDF. അതിനുശേഷമാണ് കെ. മുരളീധരൻ ഗുരുവായൂർ മണ്ഡലത്തിൽ തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായി. അവിടേക്ക് പ്രവർത്തനം മാറ്റുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അവിടെ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം അടുത്ത ആളുകളോട് പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഗുരുവായൂരിൽ കെ. മുരളീധരന്റെ പേര് പൊതുവെ പറഞ്ഞു കേട്ടത്. അതോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപനും ഗുരുവായൂർ മണ്ഡലം നോട്ടമിട്ടിട്ടുണ്ട്. തൃശൂർ ഡിസിസി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ആർ റോഷിപാൽ, പക്ഷേ മത്സരിക്കാൻ കെ. മുരളീധരൻ തയ്യാറാകണ്ടേ? വടകര, തൃശൂർ, ഇനിയിപ്പോൾ വട്ടിയൂർക്കാവ് വേണ്ട, ഗുരുവായൂർക്ക് പൊക്കോ എന്ന് പറയാനാണോ നീക്കം? സുജയ പാർവതി, സംസ്ഥാനത്ത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കെ. മുരളീധരൻ നേരത്തെ പാർട്ടി എവിടെ മത്സരിക്കാൻ നിർദ്ദേശിക്കുന്നു അവിടെ പോയി മത്സരിക്കുന്നതാണ് പതിവ്. ഈ തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ചതാണ്. വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലോ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലോ മത്സരിക്കുക എന്ന ആഗ്രഹമാണ് കെ. മുരളീധരനും കെ. മുരളീധരനെ അനുകൂലിക്കുന്നവർക്കുമുള്ളത്. തിരുവനന്തപുരം വിട്ടു മുരളീധരൻ പോകരുത് എന്ന അഭിപ്രായമുണ്ട്. കാരണം തിരുവനന്തപുരം ജില്ലയിലാണ് കോൺഗ്രസ് ഏറ്റവും ദുർബലമായ മേഖല. അവിടെ പാർട്ടിക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ, തിരിച്ചു വരണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് തിരുവനന്തപുരത്തെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഒരു അഭിപ്രായം പ്രവർത്തകർക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ അഭിപ്രായം പരിഗണിക്കാനാണ് സാധ്യത. വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലോ അത് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മുരളീധരന് മത്സരിക്കാനുള്ള അനുമതി നൽകാനാണ് സാധ്യത. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് നിർണായകം. മുരളീധരൻ എന്ത് തീരുമാനം പാർട്ടി എടുത്താലും അതിന് വഴങ്ങുന്നതാണ് പതിവ്. നേരത്തെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കുകയാണ് വടകരയിൽ മത്സരിക്കാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പോയത്. പിന്നീട് തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വടകര സിറ്റിംഗ് സീറ്റ് ഒഴിവാക്കി അവിടെ നിന്നും തൃശ്ശൂരേക്ക് വന്ന് മത്സരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് മുരളീധരൻ പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആർ റോഷിപാലാണ്. ഇനി വി എസ് രഞ്ജിത്തിലേക്ക് കൂടി വരാം. വി എസ് രഞ്ജിത്ത്, സീറ്റ് വെച്ചു മാറാൻ ലീഗ് ഒരുക്കമാണ്? സുജിയ, സീറ്റ് വെച്ചു മാറാൻ ലീഗ് ഒരുക്കമാണ്. KNA ഖാദറും PM സാദിഖ് അലിയും ഒന്നും വിചാരിച്ചിട്ടും ഗുരുവായൂർ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നേരത്തെ ജെയ്സൺ സൂചിപ്പിച്ച പോലെ PT കുഞ്ഞുമുഹമ്മദിൽ തുടങ്ങി NK അബ്കറും അതുപോലെ തന്നെ KV അബ്ദുൽ ഖാദറും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു കയറുന്നത് LDF-ൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് അവിടെ ജയസാധ്യത കുറവാണ് എന്ന് ലീഗ് തന്നെ തിരിച്ചറിയുന്നു. അതിന് പകരം അവരാവശ്യപ്പെടുന്ന സീറ്റ് പട്ടാമ്പി സീറ്റാണ്. പട്ടാമ്പി സീറ്റ് നിലവിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. ആ സീറ്റിൽ ഇപ്പോൾ മുഹമ്മദ് മുഹസിൻ CPIയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു കയറിയത്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ CP മുഹമ്മദ് ജയിച്ച മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ ലീഗിനൊരു ജയസാധ്യത കാണുന്നുണ്ട്. പാലക്കാട്ടെ ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള MA സമ്മതിനെ പോലുള്ള ആൾക്കാർ
അല്ലെങ്കിൽ PM സാദിഖ് അലിയെ മത്സരിപ്പിക്കാം, അല്ലെങ്കിൽ പാലക്കാട്ട് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കാം, മരക്കാർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില പേരുകൾ കണക്ക് കൂട്ടി തന്നെയാണ് ഗുരുവായൂരിന് പകരം പട്ടാമ്പി ആവശ്യപ്പെടാൻ ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിൽ അപ്പോൾ ആര് മത്സരിക്കുമെന്നറിയാൻ കാത്തിരിക്കാം.